ഓം ശ്രീ ഗണപതയെ നമഃ. ശ്രീ സായിബാബയുടെ അനുഗ്രഹത്താൽ നമ്മൾ അധ്യായം 6 ആരംഭിക്കാൻ പോവുകയാണ്. ഗുരുവിൻ്റെ കരസ്പർശനത്തിൻ്റെ ഫലസിദ്ധി. രാമനവമി ഉത്സവം. മസ്ജിദിൻ്റെ അറ്റകുറ്റപ്പണികൾ. രാമനവമി ഉത്സവവും മസ്ജിദിൻ്റെ അറ്റകുറ്റപ്പണികളും വിവരിക്കുന്നതിന് മുമ്പ് ഗ്രന്ഥകർത്താവ് സദ്ഗുരുവിനെക്കുറിച്ച് ചില പ്രാഥമിക പരാമർശങ്ങൾ നടത്തുന്നു. ഗുരുവിൻ്റെ കരസ്പർശനത്തിൻ്റെ ഫലസിദ്ധി. സദ്ഗുരു നാവികനായിരിക്കുമ്പോൾ പ്രാപഞ്ചികമായ ഈ സമുദ്രം സുരക്ഷിതമായും എളുപ്പത്തിലും തരണം ചെയ്യാൻ അദ്ദേഹം നമ്മെ പ്രാപ്തരാക്കുമെന്നതിൽ സംശയമില്ല. സദ്ഗുരു എന്ന വാക്ക് തന്നെ ശ്രീ സായിബാബയെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം എൻ്റെ നെറ്റിയിൽ ഉതി ചാർത്തുന്നത് പോലെയും അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ തലയിൽ വയ്ക്കുന്നത് പോലെയും അദ്ദേഹം എനിക്ക് മുന്നിൽ പ്രത്യക്ഷനാകുന്നു. അപ്പോൾ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറയുന്നു. എൻ്റെ കണ്ണുകളിലൂടെ സ്നേഹം കവിഞ്ഞൊഴുകുന്നു. ഗുരുവിൻ്റെ സ്പർശനത്തിൻ്റെ ശക്തി അതിശയകരമാണ്. അദ്ദേഹത്തിൻ്റെ കരസ്പർശത്താൽ ലോകത്തെ ദ്രവിപ്പിക്കുന്ന അഗ്നിക്ക് പോലും കത്തിക്കാൻ കഴിയാത്ത സൂക്ഷ്മ ശരീരം നശിക്കുകയും ജന്മജന്മാന്തര പാപങ്ങൾ കഴുകിക്കളയുകയും ചെയ്യുന്നു. മതപരമോ ദൈവികമോ ആയ വാർത്തകൾ കേൾക്കുന്നത് അരോചകമായി തോന്നുന്നവർക്ക് പോലും ഗുരുക്കന്മാരുടെ വചനങ്ങൾ സ്വാന്തനമേകുന്നു. ശ്രീ സായിബാബയുടെ സുന്ദരമായ രൂപം കാണുന്ന ഭക്തർ സന്തോഷാതിരേകത്താൽ ഗദ്ഗതകണ്ഠരാകുകയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും വികാരനിർഭരരാകുകയും ചെയ്യുന്നു. കൂടാതെ ഇത് നമ്മുടെ ഉള്ളിൽ ഞാൻ, അവൻ ഭ്രമം തന്നെയാണ് എന്ന ബോധമുണർത്തുകയും സാക്ഷാത്കാരത്തിൻ്റെ സന്തോഷം പ്രകടമാക്കുകയും ഞാൻ, നീ എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കുകയും പരമമായ യാഥാർത്ഥ്യവുമായി നമ്മെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും അവ ശ്രീ സായിബാബയുടെ ദൈവിക സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം രാമൻ്റെയോ കൃഷ്ണൻ്റെയോ രൂപം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ദിവ്യജീവിതം എനിക്ക് വിവരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഞാൻ ഭാഗവതം കേൾക്കാനിരിക്കുമ്പോൾ ശ്രീ സായി തലമുതൽ കാൽ വരെ കൃഷ്ണനായി മാറുന്നതും ഭക്തരുടെ ക്ഷേമത്തിനായി അദ്ദേഹം തന്നെ ഭാഗവതമോ ഉദ്ധവഗീതയോ തൻ്റെ ശിഷ്യനായ ഉദ്ധവനോട് അരുൾ ചെയ്തത് പാടുന്നത് പോലെ എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ പോലും എൻ്റെ ചിന്തകൾ സ്വാഭാവികമായും ശ്രീ സായിബാബയുടെ കഥകളിലേക്കും ഉപദേശങ്ങളിലേക്കും തിരിയുകയും ഈ കഥകൾ എൻ്റെ സംഭാഷണങ്ങളെ സമ്പന്നമാക്കുന്നതിനായി അർത്ഥവത്തായ ഉദാഹരണങ്ങളോ വിശദീകരണങ്ങളോ നൽകുകയും ചെയ്യുമായിരുന്നു. ഞാൻ എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് സ്വമേധയാൽ ഒരു വാക്കുപോലും രചിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്രേരണയാൽ എന്നെ എഴുതിക്കുമ്പോൾ ഞാൻ ബുദ്ധിമുട്ടില്ലാതെ അനന്തമായി എഴുതിയിരുന്നു. ഒരു ശിഷ്യൻ്റെ അഹംഭാവം ഉയരുമ്പോൾ ശ്രീ സായിബാബ അതിനെ അമർച്ച ചെയ്യുന്നു. തൻ്റെ ശക്തി നൽകിക്കൊണ്ട് അദ്ദേഹം ശിഷ്യനെ അവൻ്റെ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആരൊരുവൻ ശ്രീ സായിബാബയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ഹൃദയവും ആത്മാവും അദ്ദേഹത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നുവോ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രധാന ലക്ഷ്യങ്ങളും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ അനായാസമായും ആവശ്യപ്പെടാതെയും നൽകുന്നു. കർമ്മം, ജ്ഞാനം, യോഗം, ഭക്തി എന്നീ 4 ആത്മീയ പാതകൾ ഓരോന്നും ഒരുവനെ ഈശ്വരനിലേക്ക് നയിക്കുന്നു. ഇവയിൽ ഭക്തിയുടെ പാത മുള്ളും കുഴികളും നിറഞ്ഞതാണ്. അത് സഞ്ചരിക്കാൻ പ്രയാസമാണെങ്കിലും മുള്ളുകളും ചതിക്കുഴികളും ഒഴിവാക്കി സദ്ഗുരുവിനെ ആശ്രയിച്ച് നേർവഴി നടന്നാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത്, അതായത് ഭഗവിങ്കൽ എത്തിച്ചേരാനാകും എന്ന സത്യം ശ്രീ സായിബാബ ഉറപ്പിച്ചു പറയുന്നു. സ്വയം അസ്തിത്വമായ ബ്രഹ്മം, ലോകത്തെ സൃഷ്ടിക്കാനുള്ള അതിൻ്റെ ശക്തി, സൃഷ്ടിക്കപ്പെട്ട ലോകം, ഇവ മൂന്നും ആത്യന്തികമായി ഒന്ന് തന്നെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് തൻ്റെ ഭക്തരുടെ ക്ഷേമം ഉറപ്പു നൽകുന്ന ശ്രീ സായിബാബയുടെ വാക്കുകൾ ഗ്രന്ഥകാരൻ ഉദ്ധരിക്കുന്നു. എൻ്റെ ഭക്തരുടെ ഭവനങ്ങളിൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനും ദൗർലഭ്യമോ ക്ഷാമമോ ഉണ്ടാകില്ല. എന്നിൽ മനസ്സുറപ്പിച്ച് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ ആരാധിക്കുന്ന ഭക്തരുടെ ക്ഷേമം ഞാൻ എപ്പോഴും പരിപാലിക്കുകയും നൽകുകയും ചെയ്യുന്നത് എൻ്റെ പ്രത്യേകതയാണ്. ഗീതയിൽ ഭഗവാൻ കൃഷ്ണനും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി അമിതമായി പ്രയാസപ്പെടരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാനോട് ചോദിക്കുക. ലൗകികമായ ബഹുമതികൾ ഉപേക്ഷിച്ച് ഭഗവത് സന്നിധിയിൽ ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ കൃപയും അനുഗ്രഹവും തേടുക. സമൂഹം നൽകുന്ന ആദരവിൽ ഭ്രമിക്കേണ്ടതില്ല. പകരം തീവ്രമായ ഭക്തിയിലൂടെ ഇഷ്ടദേവതയുടെ കൃപയും പ്രീതിയും നേടുന്നതാണ് ഉത്തമം. ലൗകികമായ അംഗീകാരങ്ങളിൽ വഞ്ചിതരാകരുത്. ഈശ്വരരൂപം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും ഭഗവാന്റെ ആരാധനയിൽ മുഴുകട്ടെ. മറ്റു വസ്തുക്കളോടുള്ള ആകർഷണം ഒഴിവാക്കുക. പകരം ശരീരത്തെയോ സമ്പത്തിനെയോ വീടിനെയോ കുറിച്ചുള്ള ചിന്തകളിലേക്ക് അലഞ്ഞു തിരിയാതിരിക്കാൻ നിങ്ങളുടെ മനസ്സ് നിരന്തരം എന്നെ സ്മരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സ് ശാന്തവും പ്രസന്നവും ശ്രദ്ധ വ്യതിചരിക്കാത്തതും ആയിരിക്കുമ്പോൾ മനസ്സ് സത് സംസർഗത്തിലായിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. മനസ്സ് അസ്വസ്ഥമോ അലസമോ ആണെങ്കിൽ അത് നന്നായി ഭഗവങ്കിൽ ലയിച്ചതായി കണക്കാനാകില്ല.
ശ്രീ സായിബാബയുടെ ഈ ഗഹനമായ വാക്കുകൾ ഉദ്ധരിച്ച ശേഷം ഷിർദിയിൽ എന്ന രാമനവമി ഉത്സവത്തിന്റെ കഥ രചയിതാവ് വിവരിക്കുന്നു. ശ്രീ സായി ലീല മാസികയിൽ രാമനവമി ആഘോഷങ്ങളുടെ ഒരു പൂർണ്ണമായ വിവരണവും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. രാമനവമി ഷിർദിയിലെ ഏറ്റവും വലിയ ആഘോഷമായതിനാൽ 2 വിവരണങ്ങളിലും വിവരിച്ചിരിക്കുന്നത് പോലെ ഉത്സവത്തിന്റെ ഒരു സംഗ്രഹം ഇവിടെ അവതരിപ്പിക്കുന്നു. കോപ്പർഗാവിലെ സർക്കിൾ ഇൻസ്പെക്ടറായ ഗോപാൽ റാവു ഗുണ്ടു ശ്രീ സായിബാബയുടെ വലിയ ഭക്തനായിരുന്നു. 3 ഭാര്യമാരുണ്ടായിട്ടും അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. ശ്രീ സായിബാബയുടെ അനുഗ്രഹത്തിൽ അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചു. ഈ സംഭവത്തിൽ ആഹ്ലാദഭരിതനായ ഗോപാൽ റാവു 1897 ഒരു മേള അല്ലെങ്കിൽ ഉറൂസ് ആഘോഷിക്കാനുള്ള ആശയം വിഭാവനം ചെയ്തു. തത്യാപാട്ടിൽ, ദാദാ കോട്ടെ പാട്ടിൽ, മാധവറാവു ദേശ്പാണ്ഡെ എന്നിവരുൾപ്പെട്ട മറ്റ് ഷിർദി ഭക്തരുമായി അദ്ദേഹം ഇത് ചർച്ച ചെയ്തു. എല്ലാവരും ഈ ആശയം അംഗീകരിക്കുകയും ആഘോഷത്തിന് ശ്രീ സായിബാബയുടെ അനുവാദവും അനുഗ്രഹവും തേടുകയും ചെയ്തു. ഉറൂസ് നടത്താൻ അനുമതിക്കായി കലക്ടർക്ക് അപേക്ഷ നൽകി. എന്നിരുന്നാലും വില്ലേജ് ഉദ്യോഗസ്ഥൻ കുൽക്കർണി ഇതിനെതിരെ റിപ്പോർട്ട് ചെയ്യുകയും അഭ്യർത്ഥന ആദ്യം നിരസിക്കുകയും ഉണ്ടായി. ശ്രീ സായിബാബയുടെ അനുഗ്രഹത്താൽ തളരാതെ അവർ വീണ്ടും അപേക്ഷിക്കുകയും ഒടുവിൽ കളക്ടറുടെ അംഗീകാരം നേടുന്നതിൽ വിജയിക്കുകയും ചെയ്തു. ശ്രീ സായിബാബയുമായി കൂടിയാലോചിച്ച് രാമനവമി ദിനത്തിൽ ഉറൂസിന്റെ ദിവസം നിശ്ചയിച്ചു. ഈ തീയതി തിരഞ്ഞെടുത്തതിന് പിന്നിൽ അദ്ദേഹത്തിന് ഗഹനമായൊരു ഉദ്ദേശം ഉള്ളതായി തോന്നി. അതായത് ഉറൂസ്, രാമനവമി എന്നീ 2 ആഘോഷങ്ങളെ ഏകീകരിക്കാനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദം വളർത്തിയെടുക്കാനും ശ്രീ സായിബാബ ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നു. തുടർന്നുള്ള സംഭവങ്ങൾ ഈ ലക്ഷ്യം വിജയകരമായി നേടിയതായി സാക്ഷ്യപ്പെടുത്തുന്നു. ഉറൂസിന് അനുമതി ലഭിച്ചെങ്കിലും മറ്റു വെല്ലുവിളികൾ ഉയർന്നു. ഷിർദി ഒരു ചെറിയ ഗ്രാമമായിരുന്നു. കൂടാതെ അവിടെ ജലക്ഷാമം നേരിട്ടും ചെയ്തിരുന്നു. ഗ്രാമത്തിൽ 2 കിണറുകൾ ഉണ്ടായിരുന്നതിൽ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത് പെട്ടെന്ന് വറ്റിവരണ്ടു. മറ്റൊന്നിൽ ഉപ്പുരസമുള്ള ജലമായിരുന്നു. കിണറ്റിലേക്ക് പൂക്കൾ ചുരിഞ്ഞുകൊണ്ട് ശ്രീ സായിബാബ അത്ഭുതകരമായി ഉപ്പുവെള്ളത്തെ കുടിവെള്ളമാക്കി മാറ്റി. എന്നിരുന്നാലും ഈ കിണറ്റിലെ ജലം അപര്യാപ്തമായിരുന്നതിനാൽ ആവശ്യം നിറവേറ്റുന്നതിനായി താത്യാപ്പട്ടിൽ ദൂരെയുള്ള കിണറ്റിൽ നിന്ന് കിടങ്ങുകൾ ഉപയോഗിച്ച് വെള്ളം കൊണ്ടുവരാൻ ക്രമീകരണങ്ങൾ നടത്തി. കൂടാതെ താൽക്കാലിക കടകൾ പണിയുകയും ആഘോഷം ഗംഭീരമാക്കുന്നതിനായി ഗുസ്തി മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഗോപാൽ റാവു ഗുണ്ടിന് അഹമ്മദ് നഗർ സ്വദേശിയായ ദാമു അണ്ണ കസർ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. 2 ഭാര്യമാരുണ്ടായിട്ടും അദ്ദേഹത്തിന് അനപത്യ ദുഃഖത്താൽ വിഷമിച്ചിരുന്നു. ശ്രീ സായിബാബയുടെ അനുഗ്രഹത്തിൽ ദാമു അണ്ണയ്ക്കും സന്താന സൗഭാഗ്യം ലഭിച്ചു. ആഘോഷങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി മേളയുടെ ഘോഷയാത്രയ്ക്ക് ലളിതമായ ഒരു പതാക തയ്യാറാക്കാനും വിതരണം ചെയ്യാനും ഗുണ്ടു തന്റെ സുഹൃത്തായ ദാമു അണ്ണയെ ഏർപ്പെടുത്തി. മനോഹരമായ ചിത്രത്തയ്യൽ ചെയ്ത മറ്റൊരു പതാക സംഭാവന ചെയ്യാൻ അദ്ദേഹം ശ്രീ നാനാ സാഹബ് നിമോങ്കരെ പ്രേരിപ്പിച്ചു. ഈ 2 പതാകകളും ഗ്രാമത്തിലൂടെ ഒരു വലിയ ഘോഷയാത്രയായി കൊണ്ടുപോയി. ഒടുവിൽ ശ്രീ സായിബാബ ദ്വാരകാമയി എന്ന് വിളിച്ചിരുന്ന മസ്ജിദിന്റെ 2 കോണുകളിലായി ഇവ സ്ഥാപിച്ചു. ഈ പാരമ്പര്യം ഇന്നും തുടരുന്നു. ചന്ദന ഘോഷയാത്ര. ആഘോഷങ്ങളുടെ ഭാഗമായി മറ്റൊരു പ്രധാന ഘോഷയാത്ര കൂടി ആരംഭിച്ചു, ചന്ദന ഘോഷയാത്ര. ഈ ആശയം ഉടലെടുത്തത് കോർലയിൽ നിന്നുള്ള ഒരു മുസ്ലിം ഭക്തനായ ശ്രീ അമീർ സക്കൽ ദലാലിൽ നിന്നാണ്. മഹാനായ മുസ്ലിം സന്യാസിമാരുടെ ബഹുമാനാർത്ഥം നടക്കുന്ന ഒരു പരമ്പരാഗത പരിപാടിയാണ് ചന്ദന ഘോഷയാത്ര. ഈ ഘോഷയാത്രയിൽ ചന്ദനം കുഴച്ചെടുത്ത് പരന്ന പാത്രങ്ങളിൽ വയ്ക്കുകയും ധൂപം കത്തിക്കുകയും ചെയ്യുന്നു. ഇവ വാദ്യമേളങ്ങളുടെയും സംഗീതത്തിന്റെയും അകമ്പടിയോടുകൂടി ഘോഷയാത്രയായി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. മസ്ജിദിലേക്ക് മടങ്ങുമ്പോൾ പാത്രങ്ങളിൽ കൊണ്ടുവന്നിരുന്ന ചന്ദനവും മറ്റും ആചാരപരമായി മസ്ജിദിന്റെ ഭിത്തിമാടങ്ങളിലും ചുമരുകളിലും കൈകൊണ്ടെറിയുന്നു. ശ്രീ അമീർ സക്കർ ആദ്യത്തെ 3 വർഷം ഈ ഘോഷയാത്ര കൈകാര്യം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഘോഷയാത്രയുടെ ചുമതല ഏറ്റെടുത്തു. ഹിന്ദുക്കളുടെ നേതൃത്വത്തിലുള്ള പതാക ഘോഷയാത്രയും മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലുള്ള ചന്ദന ഘോഷയാത്രയും യോജിപ്പോടെയും സംഘർഷങ്ങളില്ലാതെയും നടന്നു വരികയും ഈ സമ്പ്രദായം ഇന്നും അഭേദ്യമായി തുടരുകയും ചെയ്യുന്നത് ശ്രദ്ധേയമാണ്. ക്രമീകരണം. ഈ സുദിനം ശ്രീ സായിബാബയുടെ ഭക്തർ വളരെ പ്രിയപ്പെട്ടതും പവിത്രവുമായി കരുതിയിരുന്നു. ഇവരിൽ പലരും ഈ അവസരത്തിൽ ഒത്തുകൂടി മേളയുടെ നടത്തിപ്പിൽ സജീവ പങ്കുവഹിച്ചു. തത്തേക്കോട്ട് പാട്ടിൽ എല്ലാ ബാഹ്യ ക്രമീകരണങ്ങളുടെയും മേൽനോട്ടം വഹിക്കുകയും ആന്തരിക കാര്യനിർവഹണം പൂർണ്ണമായി ശ്രീ സായിബാബയുടെ ഭക്തിയായ രാധാകൃഷ്ണമയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഉത്സവ നാളുകളിൽ രാധാകൃഷ്ണമയ്യയുടെ വസതി നിരവധി അതിഥികളെ കൊണ്ട് നിറയുമായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടിയിരുന്ന ഉത്തരവാദിത്വവും മേളയ്ക്കുള്ള സാധന സാമഗ്രികൾ ഒരുക്കേണ്ടതിൻ്റെയും ഉത്തരവാദിത്വം രാധാകൃഷ്ണമയ്ക്കായിരുന്നു. ശ്രീ സായിബാബയുടെ സദാജ്വലിക്കുന്ന ധ്വനി മൂലം കറുത്തിണ്ടിരുന്ന മസ്ജിദിന്റെ തറയുടെയും ചുവരുകളുടെയും വൃത്തിയാക്കലും വെള്ളപൂശലും കൂടാതെ മസ്ജിദ് ഒന്നാകെ വൃത്തിയാക്കുന്നതിൻ്റെയും ചുമതല രാധാകൃഷ്ണമയി സ്വയം ഏറ്റെടുത്ത് ചെയ്തു വന്നിരുന്നു. ചാവടിയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശ്രീ സായിബാബ ഉറങ്ങാൻ പോകുമ്പോൾ രാത്രികാലങ്ങളിൽ അവർ ഇത് ചെയ്തു വന്നിരുന്നു. ആദ്യം ധ്വനി ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും അവർ ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യുകയും മസ്ജിദ് നന്നായി വൃത്തിയാക്കുകയും വെള്ളപൂശുകയും ചെയ്ത ശേഷം ധ്വനി പഴയതുപോലെ തന്നെ പുനഃസ്ഥാപിക്കുമായിരുന്നു. ശ്രീ സായിബാബയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തനമായ അശരണക്കുള്ള അന്നദാന മേളയുടെ മറ്റൊരു പ്രധാന ഭാഗമായിരുന്നു. ഇതിനായി രാധാകൃഷ്ണമയിയുടെ താമസ സ്ഥലത്ത് വലിയ തോതിൽ പാചകം സംഘടിപ്പിച്ചിരുന്നു. അവിടെ വിവിധ മധുര പലഹാരങ്ങളും മറ്റ് ഭക്ഷണങ്ങളും തയ്യാറാക്കിയിരുന്നു.
ഈ മഹത്തായ ശ്രമത്തിന് ധനസഹായം നൽകുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും നിരവധി സമ്പന്നരായ ഭക്തർ സജീവ പങ്കുവഹിച്ചു. ഉറൂസ് രാമനവമി ഉത്സവമാക്കിയ രൂപാന്തരണം. AD 1912 കാര്യമായ പരിവർത്തനം സംഭവിക്കുന്നത് വരെ ഷിർദിയിലെ മേള മേൽപ്പറയും പോലെ നടന്നു വരികയും വർഷാവർഷം പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു വന്നിരുന്നു. ഈ വർഷം ശ്രീ സായി സഗുണോപാസന എന്ന ശബ്ദ ലഘുലേഖയുടെ രചയിതാവായ ശ്രീ കൃഷ്ണരാവു ജഗേശ്വർ ഭീഷ്മ അമൃതയിലെ ദാദാസാഹേബ് പർഡയ്ക്കൊപ്പം മേളയിൽ പങ്കെടുക്കുകയും ദീക്ഷിത് വാഡയിൽ താമസിക്കുകയും ചെയ്തു. മേളയുടെ തലേദിവസം വരാന്തയിൽ കിടക്കുമ്പോൾ ഭീഷ്മയ്ക്ക് ഒരു പുതിയ ആശയം ഉദിക്കുകയും ആ സമയം മസ്ജിദിന്റെ പൂജാ സാമഗ്രികളുമായി കടന്നു പോകുമായിരുന്ന ശ്രീ ലക്ഷ്മണറാവുവിനോട് അദ്ദേഹം ആരാഞ്ഞു. രാമനവമി ദിനമാണ് ഷിർദിയിൽ ഉറൂസ് അല്ലെങ്കിൽ മേള നടക്കുന്നത് എന്നത് ഈശ്വരഹിതമാണ്. ഹിന്ദുക്കൾക്ക് ഈ ദിനം വളരെ പവിത്രമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ദിനത്തിൽ ഷിർദിയിൽ രാമജന്മദിനം രാമനവമി ആഘോഷം പോലെ ഘോഷിച്ചൂടാ? കഗാ മഹാജനിക്ക് ഈ ആശയം സ്വീകാര്യമാകുകയും അവർ ശ്രീ സായിബാബയുടെ അനുമതി നേടാൻ തീരുമാനിക്കുകയും ചെയ്തു. കീർത്തനങ്ങൾ അവതരിപ്പിക്കാനും ഭഗവാന്റെ മഹത്വം ആലപിക്കാനും ഒരു ഹരിദാസിനെ ഏർപ്പാടുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. രാമന്റെ ജനനത്തെക്കുറിച്ചുള്ള താൻ തയ്യാറാക്കിയ രാമ ആഖ്യാൻ എന്ന രചന ഉപയോഗിച്ച് കീർത്തനം സ്വയം അവതരിപ്പിക്കാമെന്നും കാക്ക മഹാജനിയുടെ ഹാർമോണിയം വായിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടും ഭീഷ്മർ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു. രാധാകൃഷ്ണമായി തയ്യാറാക്കുന്ന സുന്ദാവാദ പഞ്ചസാര എന്ന ഇഞ്ചിപ്പൊടി പ്രസാദമായി നൽകാനുള്ള ക്രമീകരണങ്ങളും നടത്തി. തുടർന്ന് ശ്രീ സായിബാബയുടെ അനുവാദം തേടി അവർ മസ്ജിദിലെത്തി. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്ന ബാബ വാഡയിലെ ചർച്ചയെക്കുറിച്ച് കാക്ക മഹാജനിയോട് ചോദിച്ചു. ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ പരിഭ്രാന്തനായ മഹാജനി നിശബ്ദനായി. ബാബു ഇതേ ചോദ്യം ഭീഷ്മയോട് ചോദിക്കുകയും അദ്ദേഹം ബാബയോട് രാമനവമി ആഘോഷിക്കാനുള്ള ആശയം വിശദീകരിക്കുകയും ബാബയുടെ അനുമതി നേടുകയും ചെയ്തപ്പോൾ ബാബ സന്തോഷത്തോടെ അനുമതി നൽകുകയും ചെയ്തു. എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയും ശ്രീരാമ ജയന്തിക്കുള്ള ഒരുക്കങ്ങൾ ഗംഭീരമായി ആരംഭിക്കുകയും ചെയ്തു. അടുത്ത ദിവസം മസ്ജിദ് തോരണങ്ങൾ മുതലായ കൊണ്ട് മനോഹരമായി അലങ്കരിക്കുകയും രാധാകൃഷ്ണമായി നൽകിയ ഒരു തൊട്ടിൽ ബാബയുടെ ഇരിപ്പിടത്തിന് മുന്നിൽ സ്ഥാപിക്കുകയും അനുഷ്ഠാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മഹാജനിയുടെ ഹാർമോണിയത്തിന്റെ അകമ്പടിയോടെ ഭീഷ്മ കീർത്തനം അവതരിപ്പിച്ചു. കീർത്തന സമയത്ത് ബാബ മഹാജനിയോട് അടുത്തു വരാൻ ആവശ്യപ്പെട്ടെങ്കിലും ബാബ ഉത്സവം തുടരാൻ അനുവദിക്കുമോ എന്ന ഭയത്താൽ മഹാജനി ആദ്യം ബാബയുടെ അടുത്തേക്ക് പോകാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് അടുത്ത് ചെന്നപ്പോൾ ബാബ മഹാജനിയുടെ നടപടിക്രമങ്ങൾ ആരായുകയും തൊട്ടിൽ എന്തിനാണെന്ന് ചോദിക്കുകയും ചെയ്തു. രാമനവമി ഉത്സവം ആരംഭിച്ചെന്നും തൊട്ടിൽ ആഘോഷത്തിന്റെ ഭാഗമാണെന്നും മഹാജനി വിശദീകരിച്ചു. ബാബ പിന്നീട് ഭിത്തിമാടത്തിൽ നിന്ന് ഒരു മാല എടുത്ത് കാക്ക മഹാജനിയുടെ കഴുത്തിൽ ചാർത്തുകയും മറ്റൊരു മാല ഭീഷ്മയെ അണിയിക്കാൻ നൽകുകയും ചെയ്തു. കീർത്തനം ആരംഭിക്കുകയും ജയ് ശ്രീറാം വിളികളോടെ അവസാനിപ്പിക്കുകയും ചെയ്തു. സംഗീതം, വാദ്യമേള കോശങ്ങളുടെ ഇടയിൽ ഗുലാൽ ഒരു ചുവന്ന പൊടി തൂക്കുകയും ചെയ്തു. ഏവരും സന്തോഷേതരകത്താൽ മതിമറിഞ്ഞിരുന്നപ്പോൾ ഒരു അലർച്ച കേൾക്കുകയും ചെയ്തു. ചുവന്ന പൊടി അവിടെങ്ങും വാരി വിതറിയപ്പോൾ ചിലത് ബാബയുടെ കണ്ണുകളിലേക്ക് പോയതായിരുന്നു കാരണം. അദ്ദേഹം ദേഷ്യപ്പെടുകയും ഭക്തരെ ഉച്ചത്തിൽ ശകാരിക്കുകയും ചെയ്തു. ഈ രംഗം കണ്ട് ഭയന്ന പലരും ഓടിപ്പോകുകയുണ്ടായി. എന്നിരുന്നാലും ബാബയുടെ രീതികൾ അറിയാമായിരുന്ന അടുത്ത ഭക്തർ ഈ കപട ദീക്ഷ്യം യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. രാമൻ ജനിച്ചപ്പോൾ രാവണ നിഗ്രഹത്തിനും രാക്ഷസരൂപികളായ അഹംഭാവത്തിൻ്റെയും ദുഷ്ടചിന്തകളുടെയും രാക്ഷസരുടെ നിഗ്രഹത്തിനുമുള്ള ബാബയുടെ കോപം ഉചിതമെന്നവർക്ക് മനസ്സിലായി. ബാബ തൊട്ടിലിന് കേടുപാടുകൾ വരുത്തുമെന്ന് ഭയന്ന രാധാകൃഷ്ണമായി അത് നീക്കം ചെയ്യാൻ മഹാജനോട് അഭ്യർത്ഥിക്കുകയും മഹാജൻ ഇതിന് ശ്രമിച്ചപ്പോൾ അത് നീക്കം ചെയ്യരുതെന്ന് പറഞ്ഞ് ബാബ അവരെ തടഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം ബാബ ശാന്തനാകുകയും മഹാപൂജയും ആരതിയോടും കൂടി അന്നേ ദിവസത്തെ പരിപാടികൾ സമംഗളം പര്യവസാനിക്കുകയും ചെയ്തു. പിന്നീട് മഹാജന് വീണ്ടും തൊട്ടിൽ നീക്കം ചെയ്യാൻ അനുമതി നേടിയപ്പോൾ ഉത്സവം ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ബാബ അത് നീക്കം ചെയ്യാൻ സമ്മതിച്ചില്ല. അടുത്ത ദിവസം മറ്റൊരു കീർത്തനം അവതരിപ്പിക്കപ്പെടും. ഗോപാൽക്കല ചടങ്ങും നടന്നു. ഗോപാൽക്കല ചടങ്ങ് ഭഗവാൻ കൃഷ്ണന്റെയും അദ്ദേഹത്തിന്റെ കാലുമേക്കുന്ന സുഹൃത്തുക്കളുടെയും പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. തൈര് ചേർത്ത മലർപ്പൊരി ഒരു മൺകുടത്തിൽ കെട്ടിത്തുകയും കീർത്തനശേഷം അവ ഉണ്ടാക്കുകയും അതിൽ പ്രസാദം ഭക്തർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു ഗോപാൽക്കല ചടങ്ങ്. കീർത്തനവും ചടങ്ങും അവസാനിച്ച ശേഷം മാത്രമാണ് തൊട്ടിൽ നീക്കം ചെയ്യാൻ ബാബ അനുവദിച്ചത്. രാമനവമി ആഘോഷങ്ങൾ നടക്കുന്ന അതേസമയം പകൽ സമയം പതാക ഘോഷയാത്രയും രാത്രി ചന്ദന ഘോഷയാത്രയും അവിടെ പതിവ് പ്രൗഢിയോടെ നടക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ മുതൽ ശ്രീ സായിബാബയുടെ ഉറൂസ് രാമനവമി ഉത്സവമായി രൂപാന്തരപ്പെട്ടു. 1913 രാമനവമി ഉത്സവത്തിന്റെ പരിപാടികൾ വിപുലീകരിക്കാൻ തുടങ്ങി. രാധാകൃഷ്ണമായി ചൈത്രമാസം 1 മുതൽ ആരംഭിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന നാമസപ്താഹം ആരംഭിച്ചു. ഇതിനായി എല്ലാ ഭക്തജനങ്ങളും മാറി മാറി പങ്കെടുക്കുകയും പലപ്പോഴും അതിരാവിലെകളിൽ രാധാകൃഷ്ണമായും അതിൽ പങ്കുചേർന്നു. രാമനവമി ഉത്സവം രാജ്യത്തുടനീളം വ്യാപുലമായി ആഘോഷിക്കപ്പെട്ടപ്പോൾ കീർത്തനം അവതരിപ്പിക്കാൻ ഹരിദാസിനെ ക്രമീകരിക്കുക എന്ന വെല്ലുവിളി വീണ്ടും ഉയർന്നു. എന്നിരുന്നാലും ഉത്സവത്തിന് ഏകദേശം 5-6 മാസം മുന്നേ ആധുനിക തുക്കാരം എന്നറിയപ്പെടുന്ന പ്രശസ്ത ഗായകനും കഥാകാരനുമായ ബാലുബു അമാലിയെ കാക്ക മഹാജനി യാദൃശ്ചികമായി കണ്ടുമുട്ടുകയും ആ വർഷം കീർത്തനം ബാലുബു അമാലി അവതരിപ്പിക്കുകയും ചെയ്തു.
1914 സത്താറ ജില്ലയിലെ ബൃഹത്സിദ്ധ കവാട്ടയിൽ നിന്നുള്ള ബാലുബുവ സത്താർക്കർ എന്നൊരു ഹരിദാസ് തൻ്റെ ജന്മനാട്ടിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കീർത്തനം അവതരിപ്പിക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം ഷിർദിയിലേക്ക് എത്തിച്ചേരുകയും കാക്കാ സാഹിബ് ദീക്ഷിത് മുഖേന ലഭിച്ച ശ്രീ സായിബാബയുടെ അനുമതിയോടെ അദ്ദേഹം ഉത്സവമേളയിൽ കീർത്തനം അവതരിപ്പിച്ചു. തൻ്റെ പ്രയത്നത്തിന് അദ്ദേഹത്തിന് ഉചിതമായ പ്രതിഫലം ലഭിക്കുകയുണ്ടായി. ഓരോ വർഷവും ഒരു പുതിയ ഹരിദാസിനെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടൊടുവിൽ 1914 ശ്രീ സായിബാബ ദാസ് ഗനു മഹാരാജിനെ സ്ഥിരമായി കീർത്തനം അവതരിപ്പിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചതോടെ പരിഹരിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ദാസ് ഗനു കീർത്തനം വിജയകരമായി നടത്തിപ്പോന്നിരുന്നു. 1912 മുതൽ ഷിർദിയിലെ രാമനവമി ഉത്സവം വർഷം തോറും ശക്തിപ്പെടുവാൻ തുടങ്ങി. ചൈത്രമാസത്തിലെ 8 മുതൽ 12 വരെയുള്ള സമയത്ത് ആളുകൾ നിറഞ്ഞൊരു തേനീച്ചക്കൂടിന് സമാനമായ രീതിയിൽ ഷിർദി കാണപ്പെട്ടു. കടകൾ പെരുകി. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിഖ്യാതമായ ഗുസ്തിക്കാർ ഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുത്തു. അശരണക്കുള്ള അന്നദാനം വലിയ തോതിൽ നടത്തി. രാധാകൃഷ്ണമയുടെ അശ്രാന്തവും ആത്മാർത്ഥമായ പ്രയത്നങ്ങൾ ഷിർദിയെ ഒരു സംസ്ഥാനാക്കി മാറ്റുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. സാധന സാമഗ്രികളിൽ ഗണ്യമായ വർധനമുണ്ടായി. മനോഹരമായ ഒരു കുതിര, ഒരു പല്ലക്ക്, രഥം, കലങ്ങൾ, ബക്കറ്റുകൾ, ചിത്രങ്ങൾ, കണ്ണാടികൾ തുടങ്ങി നിരവധി വെള്ളി വസ്തുക്കളും സമ്മാനമായി ലഭിച്ചു. ഘോഷയാത്രയ്ക്ക് ആനകളെ കൊണ്ടുവന്നതും കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടി. ഇത്രയധികം പ്രതാപം വളർന്നിട്ടും ശ്രീ സായിബാബ ഈ ബാഹ്യ പ്രദർശനങ്ങളിൽ നിസ്സംഗത പാലിക്കുകയും തൻ്റെ സ്വഭാവം പോലെ ലാളിത്യത്തിൽ ജീവിക്കുകയും ചെയ്തു. ഉത്സവത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു വശം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഊട്ടിയുറപ്പിച്ച ഐക്യമായിരുന്നു. ഇരു ഘോഷയാത്രകളിലും ഉത്സവത്തിലുടനീളം ഇരു സമുദായങ്ങളും യോജിച്ച് പ്രവർത്തിക്കുകയും നാളിതുവരെ യാതൊരു കലഹങ്ങളുമില്ലാതെ ഭംഗിയായി കൊണ്ടാടുകയും ചെയ്തു വരുന്നു. ആദ്യമെല്ലാം ഒരു 5000-7000 മുതൽ ആളുകൾ പങ്കെടുക്കുകയും പിന്നീട് ചില വർഷങ്ങളിൽ അത് 75000 വരെ ആയി വർദ്ധിക്കുകയും ചെയ്തെങ്കിലും ഈ വർഷങ്ങളിലൊന്നും പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുകയോ കലാപങ്ങളോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടായിട്ടുമില്ല. മസ്ജിദിൻ്റെ അറ്റകുറ്റപ്പണികൾ. ഉറുസ് മേളയ്ക്ക് തുടക്കമിട്ട ഗോപാൽറാവു ഗുണ്ടിന് പ്രധാനമായ മറ്റൊരു ആശയമുണ്ടായി. മസ്ജിദിൻ്റെ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്ന് അദ്ദേഹം കരുതി. അറ്റകുറ്റപ്പണികൾക്കായി അദ്ദേഹം ചെത്തിമിനുക്കിയ കല്ലുകൾ ശേഖരിച്ചു വന്നു. എന്നിരുന്നാലും ആ ജോലി അദ്ദേഹത്തിന് വിധിച്ചിരുന്നില്ല. പകരം അത് നാനാ സാഹിബ് ചന്ദോർക്കറെ ഏൽപ്പിക്കുകയും നടപ്പാതയുടെ ജോലികൾ കാക്കാ സാഹിബ് ദീക്ഷിതിനെ ഏൽപ്പിക്കുകയും ചെയ്തു. തുടക്കത്തിൽ ഈ അറ്റകുറ്റപ്പണികൾ അനുവദിക്കാൻ ശ്രീ സായിബാബ വിമുഖത കാണിച്ചിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ തദ്ദേശവാസിയായ ഭക്തൻ മഹാസഭയുടെ ഇടപെടലിലൂടെ അദ്ദേഹത്തിൻ്റെ അനുമതി ലഭിക്കുകയും ചെയ്തു. മസ്ജിദിൻ്റെ നടപ്പാത ഒരു രാത്രി കൊണ്ട് പൂർത്തിയാക്കി. ഇതിനെ തുടർന്ന് ബാബ തൻ്റെ ഇതേവരെ ഉപയോഗിച്ചിരുന്ന ചാക്കു തുണിയിരിപ്പിടം ഒരു ചെറിയ ഗഡി ഉപയോഗിച്ചു മാറ്റി. 1911 സഭാമണ്ഡപം മെച്ചപ്പെടുത്താൻ കൂടുതൽ ശ്രമങ്ങൾ നടന്നു. മസ്ജിദിൻ്റെ മുൻവശത്തെ തുറസായ സ്ഥലം ഇടുങ്ങിയതും അസൗകര്യമുള്ളതുമായിരുന്നു. കാക്കാ സാഹിബ് ദീക്ഷിത് അതിൻ്റെ വിസ്തീർണം വിപുലീകരിക്കാനും മേൽക്കൂര കെട്ടുവാനും ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ഇരുമ്പ് പോസ്റ്റുകളും തൂണുകളും ട്രസ്റ്റുകളും സമാഹരിച്ച് ഏറെ പ്രയത്നവും ചെലവും ചെയ്തുകൊണ്ട് സഭാമണ്ഡപത്തിൻ്റെ പണികൾ ആരംഭിച്ചു. ഒരു രാത്രി തൂണുകൾ സ്ഥാപിക്കാൻ ഭക്തർ കഠിനമായി പരിശ്രമിക്കുകയും അവ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് രാവിലെ ബാബ ചവടിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ അതെല്ലാം പിഴുതെറിഞ്ഞു കളഞ്ഞു. പെട്ടെന്നുള്ള വികാരാവേശത്താൽ ബാബ ഒരു കൈകൊണ്ട് ഒരു തൂണിൽ പിടിച്ച് കുലുക്കി വേരോടെ പിഴുതെറിയാൻ തുടങ്ങി. അതേസമയം അദ്ദേഹം മറ്റൊരു കൈകൊണ്ട് താത്തയ്യ പട്ടേലിൻ്റെ കഴുത്തിൽ പിടിക്കുകയും ചെയ്തു. ബാബ ബലമായി താത്തയുടെ തലപ്പാവ് പിടിച്ച് വാങ്ങുകയും ഒരു തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിച്ച് ആ കുഴിയിലേക്ക് എറിയുകയും ചെയ്തു. ആ സമയം ബാബയുടെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങിയിരുന്നു. ആരും അദ്ദേഹത്തെ നോക്കാൻ പോലും ധൈര്യപ്പെട്ടിരുന്നില്ല. എല്ലാവരും ഭയന്നു പോയിരുന്നു. ഒരു മംഗളകരമായ അവസരത്തിൽ വഴിപാട് നടത്തുന്ന പോലെ ബാബ തൻ്റെ കീശയിൽ നിന്ന് ഒരു രൂപ എടുത്ത് കുഴിയിലേക്ക് എറിഞ്ഞു. താത്തയ്യ വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു. താത്തയ്ക്ക് എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും ഒരു രൂപവുമില്ലായിരുന്നു. ഭയന്നതുകൊണ്ട് അവരാരും ഇതിൽ ഇടപെടാനും തയ്യാറായില്ല. കുഷ്ഠരോഗിയും അടിയുറച്ച ഭക്തനുമായ ഭഗവാൻജി ഷിൻഡെ ധൈര്യപൂർവ്വം ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ബാബ അയാളെ തള്ളിമാറ്റി. ഇടപെടാൻ ശ്രമിച്ച മാധവറാവിനും അനുഭവം മറ്റൊന്നായിരുന്നില്ല. മാധവറാവിനെ ബാബ ഇഷ്ടിക കഷ്ണങ്ങൾ കൊണ്ട് എറിഞ്ഞു. മധ്യസ്ഥ വഹിക്കാൻ ശ്രമിച്ച എല്ലാവരെയും സമാനമായ രീതിയിൽ കൈകാര്യം ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം ബാബയുടെ കോപം ആറിത്തണുത്തു. ബാബ ഒരു കടയുടമയെ ആളയിച്ചു വരുത്തുകയും ചിത്രപ്പണി ചെയ്തൊരു തലപ്പാവ് വാങ്ങുകയും ഒരു പ്രത്യേക ബഹുമാനം എന്നതുപോലെ ബാബ സ്വയം അത് താത്തയെ അണിയിക്കുകയും ചെയ്തു. ബാബയുടെ അപ്രതീക്ഷിതമായ മാറ്റം എല്ലാവരെയും ഞെട്ടിച്ചു. എന്താണ് അദ്ദേഹത്തിൻ്റെ ക്രോധത്തിന് കാരണമായതെന്നും താത്തയ്യ പട്ടേലിനോട് എന്തിനീ വിധം പെരുമാറിയെന്നും എന്തുകൊണ്ടാണ് പെട്ടെന്ന് ശാന്തനായതെന്നും മനസ്സിലാക്കാൻ കഴിയാതെ ഏവരും കുഴങ്ങി. ബാബയുടെ പെരുമാറ്റം പ്രവചനാതീതമായിരുന്നു. ചില സമയങ്ങളിൽ ശാന്തവും സ്നേഹവും മധുരവുമായിരുന്നു. എന്നാൽ മറ്റു നിമിഷങ്ങളിൽ വ്യക്തമായ കാരണമില്ലാതെ കടുത്ത രോഷാകുലനുമായിരുന്നു. ബാബയുടെ അസാധാരണമായ പെരുമാറ്റം ഉൾപ്പെടുന്ന ഇത്തരം നിരവധി സംഭവങ്ങളുണ്ട്. ഏതാണ് ആഖ്യാനം ചെയ്യേണ്ടതെന്നും ഏതാണ് ഒഴിവാക്കേണ്ടതെന്നും തീരുമാനിക്കാൻ പ്രയാസമാണെങ്കിലും ഉചിതമായ പങ്കിടുന്നു. അടുത്ത അധ്യായത്തിൽ ബാബയുടെ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നതിനെക്കുറിച്ചതും അദ്ദേഹത്തിൻ്റെ യോഗാഭ്യാസങ്ങൾ, ശക്തികൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റ് പ്രധാന വശങ്ങൾ എന്നിവയെക്കുറിച്ചുമുള്ള ഒരു വിവരണം ചർച്ച ചെയ്യാം. ശ്രീ സായിനാഥനെ വണങ്ങുന്നു. മംഗളം ഭവിക്കട്ടെ.